കൊല്ലം ജില്ലയിലെ പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡുകൾ അമിത ചാർജ് ഈടാക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള ജനകീയ ഉപഭോക്തൃ സമിതിയുടെ നേതൃത്വത്തിൽ ഏകദിന നിരാഹാര സമരം സംഘടിപ്പിച്ചു. കളക്ട്രേറ്റിന് സമീപമായിരുന്നു ധർണ. ജില്ലാ ഭരണകൂടമാണ് അമിത ചാർജ് ഈടാക്കുന്നതെന്ന് ഇവർ ആരോപിച്ചു. ജില്ലാ ഭരണകൂടം അമിത ചാർജ് ഈടാക്കുന്നതിൽ കൂട്ടുനിൽക്കുന്നതെന്ന് പ്രതിഷേധിച്ചാണ് ഏകദിന നിരാഹാര സമരം സംഘടിപ്പിച്ചത്. കേരള ഉപഭോക്തൃ സമിതി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP സുഗതൻ ചിറ്റുമലയുടെ നേതൃത്വത്തിലാണ് ഏകദിന ഉപവാസം സംഘടിപ്പിച്ചത്. സമരം മുൻ കൗൺസിലർ N മോഹനൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഓട്ടോറിക്ഷക്കാരും കുഴപ്പക്കാരല്ലെന്നും ചില പുഴുക്കുത്തുകൾ മാത്രമാണ് അവർക്ക് അപമാനമെന്നും മോഹനൻ പറഞ്ഞു. ഉന്നയിക്കുന്നത് പോലെ അധികമായ ചാർജ് ഈടാക്കി അല്ലെങ്കിൽ അനുവദിച്ച് കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അപ്പം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അധികാരികളുമായാണ് നമ്മൾ തീർച്ചയായും ചർച്ച നടത്തേണ്ടത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓട്ടോറിക്ഷക്കാരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉപകാരികളാണ്. കാരണം ഈ പറയുന്ന റോഡുകളിലൊക്കെ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു വീഴ്ച പറ്റിയാൽ ആദ്യം ഓടിയെത്തുന്നത് അവരാണ്. സാധാരണക്കാരൻ്റെ ഓട്ടോറിക്ഷയാണ്. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെല്ലാം സാധാരണക്കാരെ സഹായിക്കാൻ മനസ്സിലുള്ളവരാണ്. പക്ഷേ പോലീസിൻ്റെ കഥ പറയുന്നത് പോലെ പോലീസിൽ ഒരുപാട് പേര്, ഏതാണ്ട് 70% ഒരു കുഴപ്പമില്ലാതെ ഭംഗിയായി ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ ബാക്കി ഒരു 30% പേരുദോഷമാണ് പോലീസിൽ കളങ്കം ചാർത്തുന്നത്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഫീൽഡിൽ ഈ പറയുന്നത് പോലെ തന്നെ നല്ലൊരു ശതമാനം വളരെ മാതൃകാപരമായി ഓടി. വിവിധ സംഘടനാ സമിതി നേതാക്കളായ S രാധാകൃഷ്ണൻ, J രാജേഷ്, ലൈക് P ജോർജ്, K ചന്ദ്രബോസ്, കിളിയല്ലൂർ തുളസി, R അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.